പാലോട് വനത്തിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം ഇന്ന് പുറത്തെടുക്കും. ശാസ്താംനട സ്വദേശി ബാബുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാട്ടാന ആക്രമണത്തിലാണ് മരണമെന്നതാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് വേറെ വാർത്തയാണ്. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാത്ര സന്തോഷകരമായ വാർത്തയല്ല പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ കാട്ടാനാക്രമണത്തിൽ മരിച്ച സോഫിയുടെ വിവരം പ്രതിഷേധം അതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ വാർത്തയും പുറത്തു വന്നത്. ഇന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയും. അതായത് ശാസ്താംനട സ്വദേശി ബാബുവിൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് പാലോട് വനമേഖലയിൽ കണ്ടെത്തിയത്. കുറച്ച് ദിവസമായി ഇദ്ദേഹത്തെ കാണാനില്ലെന്നൊരു പരാതിയൊക്കെ കുടുംബം പാലോട് പോലീസ് അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തി. എന്തായാലും രാവിലെയോടെ തന്നെ പാലോട് പോലീസും വനം വകുപ്പ് അധികൃതരും ചെന്ന് ഈ മൃതദേഹം പുറത്തെടുക്കും. ഈ നാട്ടുകാരും ഇല്ലെങ്കിൽ മൃതദേഹം കണ്ട ആളുകളൊക്കെ പ്രകടിപ്പിച്ചൊരു സംശയം ഈ കാട്ടാന ആക്രമണത്തിൽ ആണ് ഈ മരണമെന്നാണ്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഈ പ്രദേശത്ത് കാട്ടാന നിരന്തരമായി വരുന്നൊരു സ്ഥലമാണ്. ഈ മൃതദേഹത്തിനടുത്ത് കാട്ടാനയുടെ കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടാനാക്രമണം എന്നൊരു സംശയം നാട്ടുകാർ ഒക്കെ പ്രകടിപ്പിച്ചു. എന്തായാലും ഇന്ന് മൃതദേഹം പോലീസ് എത്തി പരിശോധിക്കും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഈ പ്രാഥമിക പരിശോധനയിൽ കാട്ടാനാക്രമണമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാകുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും രാവിലെയോടുകൂടി 8 മണിയോടുകൂടി തന്നെ ഈ പോലീസും വനംവകുപ്പും ഒക്കെ തന്നെ കാട്ടിൽ കയറി ഈ മൃതദേഹം പുറത്തെടുക്കും. വലിയ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ദുഃഖമാണ്. കുറച്ച് ദിവസം മുമ്പ് പുറത്തേക്ക് എന്തൊരു ആവശ്യത്തിന് പോയതാണ്. പിന്നീട് 2-3 ദിവസമായി ഇദ്ദേഹത്തെ കാണാനില്ല. പിന്നാലെയാണ് ഇന്നലെയോടുകൂടി ഇത്തരത്തിൽ കാടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും പോലീസും വനംവകുപ്പും നടപടി തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടാനയുടെ നിരന്തര സാന്നിധ്യമുണ്ടെന്നൊരു ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിലാണോ മരണം എന്നൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ഇന്ന് ഈ മൃതദേഹം കണ്ടെത്തി ഈ മൃതദേഹത്തിൽ ഒരു പരിശോധന പോലീസിന്റെ ഇൻക്വസ്റ്റ് നടക്കുന്നതോടുകൂടി ഒരു സ്ഥിരീകരണം വരും. ക്രിസ്റ്റീന. ശരി, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജയശങ്കർ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് സാധാരണ പോലെ ഇറങ്ങി പോകുന്നു ഒരാവശ്യത്തിന് വേണ്ടി, പിന്നീട് ആള് വരുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ഇങ്ങനെ വിചാരിക്കില്ലല്ലോ അല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഈ മൃതദേഹമാണ് കണ്ടെത്തുന്നത്. പിന്നെ കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണം നടക്കണം. അവിടെ കാട്ടാനയുടെ ശല്യമുണ്ടെങ്കിൽ അതിന് പരിഹാരവും കാണണം.